ആം ആദ്മി പാർട്ടി സ്വയം വിജയിച്ചു, കോൺഗ്രസിനെയും തള്ളിയിട്ട് സ്വയം വിജയിച്ചു വന്നിട്ട് ആം ആദ്മി പാർട്ടി പറഞ്ഞ എന്ത് കാര്യം നടപ്പാക്കി എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അത് കഴിഞ്ഞ ശേഷം എത്ര നേതാക്കന്മാർ പുറത്തുപോയി? അവരെല്ലാം അരവിന്ദ് കെജ്രിവാളിനെ കുറ്റപ്പെടുത്തിയിട്ടല്ലേ പോയത്. അപ്പോൾ ഇതിലൊക്കെ BJP ആണ് ഉത്തരവാദി എന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജയിച്ചു നിൽക്കുന്ന പാർട്ടി BJP ആണ്. അപ്പോൾ BJPയിലേക്ക് ഒഴുക്കുണ്ട്, എല്ലാ പാർട്ടികളിൽ നിന്നും ഒഴുക്കുണ്ട്. അത്തരത്തിലുള്ള ഒഴുക്ക് ആം ആദ്മി പാർട്ടിയിൽ നിന്നുണ്ടായി. ആ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് സ്മൃതി ഏത് കാലത്തും ഇങ്ങനെയൊക്കെ രാഷ്ട്രീയ ധാർമ്മികത ഒരു ചാണക്യ ബുദ്ധി എന്ന രൂപത്തിലേക്ക് കുതിരക്കച്ചവടത്തിന് വേറൊരു പേരിട്ട് വിളിച്ചുകൊണ്ട് വേറെ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്ന BJP ആണ്. അതിലൊരു കുഴപ്പവുമില്ല എന്ന് ആവർത്തിച്ച് പറയുക. അതിങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ജാർഖണ്ഡ് മുക്തി മോർച്ച കേസ് JMM കോഴ കേസിനെ എന്താ കാണുന്നത്? അല്ല, JMM കോഴ കേസിനെ സ്മൃതി എങ്ങനെയാ കാണുന്നത്? കുതിര കച്ചവടമാണോ അല്ല ചാണക്യ ബുദ്ധിയാണോ? അല്ല, അങ്ങ് എത്ര കാലം ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്ത കോൺഗ്രസിന്റെ തന്നെ ഏറ്റവും നല്ല പ്രധാനമന്ത്രി ഉയർത്തി കാണിക്കപ്പെടുന്ന നരസിംഹറാവു ഉള്ള കാലത്ത് ഉണ്ടായ കേസ് എത്ര കാലം ചർച്ച ചെയ്യപ്പെട്ടു? അതിൽ അന്തിമമായ വിധി കോൺഗ്രസിനെതിരല്ലേ വന്നത്? ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ചത് കോൺഗ്രസിന്റെ സംഘടനാ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് നിങ്ങൾ ആം ആദ്മി പാർട്ടിക്കെതിരെ കൊണ്ടുവന്ന കേസ് രാജീവ് ഗാന്ധി ചന്ദ്രശേഖർ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ എന്തായി? കോൺഗ്രസ് കേജ്രിവാളിനെതിരായ കേസ് എന്തായി? കേജ്രിവാളിനെതിരെയുള്ള ഏത് കേസാണ് ചോദിക്കുന്നത്? കേജ്രിവാൾ എന്തിനാ ജയിലിൽ കിടന്നത്? ഈ ലിക്കർ കേസാണോ ചോദിക്കുന്നത്? ആ ലിക്കർ കേസിൽ കീഴ്ക്കോടതിയുടെ ജഡ്ജ്മെന്റ് വന്നു. ഇനി അത് ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. അന്തിമ വിധിയൊന്നും ആയിട്ടില്ല. അന്ന് ഇതെല്ലാം കൂടെ വിട്ടു എന്ന് പറഞ്ഞു. ആ കോടതിയുടെ ആയിട്ടുള്ളൂ. നിയമ സംവിധാനത്തിന്റെ അങ്ങേയറ്റം വരെ ഒന്നും ആ കേസ് പോയിട്ടില്ല. ആ കേസ് ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു കേസ് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. വേറെ എത്ര കേസുകൾ കിടക്കുന്നു? അപ്പൊ ആം ആദ്മി പാർട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് സാധാരണക്കാരുടെ പാർട്ടിയാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ ചർച്ചയ്ക്ക് വന്നു, ശീഷ് മഹലിലാണ് അരവിന്ദ് കെജ്രിവാൾ നിങ്ങൾ ഈ അഴിമതിക്കാരെന്ന് പറയുന്ന നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് റെയ്ഡ് നടത്തുന്നു, ചോദ്യം ചെയ്യുന്നു. അതിനുശേഷം അവർ BJPയിലേക്ക് വരുമ്പോഴേക്ക് ആ കേസ് എങ്ങോട്ടാണ് പോകുന്നത്? എവിടേക്കാണ് പോകുന്നത്? അതെങ്ങനെയാണ് ഇല്ലാതാവുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ പറയാം, മറുപടി പറയാം. അതായത് നമുക്ക് കുറേ അന്വേഷണ ഏജൻസികളുണ്ട്. ഇപ്പോൾ കേരളത്തിലാണ് കേരള പോലീസ് ഉണ്ട്, ദേശീയ തലത്തിൽ CBI ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ട്, NIA ഉണ്ട്. ഈ ഏജൻസികളെല്ലാം അന്വേഷിക്കുന്നത് BJPയുടെ താല്പര്യം വെച്ചാണെന്ന് നമ്മൾ വിചാരിച്ചാലോ?